അമേരിക്കയുടെ F-15 യുദ്ധവിമാനം പോർ വിമാനം കുവൈറ്റിൽ നിലം പതിച്ചുവെന്ന് ഇറാന്റെ അവകാശവാദം. ഇറാൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അമേരിക്കയും കുവൈറ്റും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല. നമുക്ക് കാണാം ആ F-15ന്റെ പുറകുവശത്ത്, അതായത് അതിന്റെ വാലിലാണ് തീ പിടിച്ചത്. അത് കഴിഞ്ഞ് ആകാശത്ത് പലതവണ വട്ടം കറങ്ങിയാണ്, നോസ് ഡൈവ് ചെയ്താണ് താഴേക്ക് നിലം പതിക്കുന്നത്. ഇത് കുവൈറ്റിലാണ് വീണതെന്ന് അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കാര്യം പറയണം, ഇത് ഇസ്രായേലിന് അമേരിക്ക കൊടുത്ത F-15 പോർ വിമാനമാണോ എന്ന കാര്യത്തിൽ കൂടി നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അമേരിക്ക പല ഘട്ടങ്ങളിലായി പോർ വിമാനങ്ങൾ F-15 ഇന്ത്യയും അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലും വാങ്ങിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളുടെ പട്ടിക എടുത്താൽ, പോർ വിമാനങ്ങളുടെ പട്ടിക എടുത്താൽ ആദ്യ 5-ൽ വരുന്നതാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം. അതാണിപ്പോൾ ഈ നിലം പതിച്ചിരിക്കുന്നത്. പക്ഷേ അതിലുണ്ടായിരുന്ന പൈലറ്റ് സുരക്ഷിതനാണ്. അദ്ദേഹം സ്വയം ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ ഇപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മുടെ പക്കൽ ഈ നിമിഷം ഉള്ളത്. അശ്വജിത് സി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അശ്വജിത്ത്, ഈ വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് F-15 താഴെ വീണു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് കൺഫേം ചെയ്യാൻ കഴിയും. അത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല എങ്കിലും അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അത് സമ്മതിക്കണമെന്നില്ല. പക്ഷേ ഇറാൻ എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും F-15 വിമാനം താഴെ വീണു എന്ന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ കുവൈത്തിൽ തന്നെയാണ് എന്നൊരു പശ്ചാത്തലവും മറ്റെല്ലാം വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലതെങ്കിലും കുവൈത്തിൽ തന്നെയാണ് എന്ന തരത്തിലും പറയുന്നു. അപ്പോൾ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനായാലും ഒരുപക്ഷെ അമേരിക്കയുടെ വിമാനം തന്നെ ആയിരിക്കാം. അതിലെ പൈലറ്റ് ഒരു പാശ്ചാത്യനാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരമെങ്കിൽ. അങ്ങനെ അമേരിക്കയുടെ ആ വിമാനം തകർന്ന് വീണു എന്നത് വ്യക്തമാണ്. പക്ഷേ അത് എന്ത്, എപ്പോൾ, എങ്ങനെ എന്നൊരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ മാത്രമാണ് അത് തങ്ങളുടെ ആക്രമണത്തിന്റെ ഫലമായാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഡ്രോൺ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആ വിമാനം തകർന്ന് വീണത് എന്ന് അവകാശപ്പെടുന്നുള്ളൂ. ചില മാധ്യമങ്ങളാവട്ടെ അത് ചില സാങ്കേതിക തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആവാം എന്നും പറയുന്നു. ഏതായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നില്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ കുവൈത്തോ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കതൊരു എന്താണ് സംഭവിച്ചതെന്ന് ഒഫീഷ്യൽ വേർഷനായി പറയാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പ്രകാരമെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ സഖ്യത്തിന് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. ഏത് പശ്ചാത്തലത്തിലാണ്? ഒരുപക്ഷെ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ നിരന്തരം കുവൈറ്റിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമെങ്കിൽ അമേരിക്കൻ എംബസി തന്നെ, കുവൈറ്റിലെ അമേരിക്കൻ എംബസി കെട്ടിടം തന്നെ ടാർഗറ്റ് ആയിട്ടുണ്ട് എന്നും അവിടെ പുകപടലങ്ങൾ ഉയരുന്നുണ്ട് എന്നതുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അവിടെയും കുവൈറ്റിലുള്ള അമേരിക്കൻ എംബസിയിലും ഡ്രോൺ ചെന്ന് പതിച്ചിട്ടുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ കുവൈത്തിൽ വ്യാപകമായി പലയിടത്തായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതിലേതെങ്കിലും ഒരു ആക്രമണത്തിന്റെ ഫലമായി ഒരു ഡ്രോൺ സ്ട്രൈക്ക് ആണോ ഈ F-15 നേരെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കാനുള്ളത്, അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ കുവൈറ്റിലെ വ്യാപകമായുള്ള ഇറാന്റെ ആക്രമണങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ കുവൈത്തിൽ ചില കാര്യങ്ങൾ, ചില ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായാണോ ഇങ്ങനെ ഒരു ഈ ദൃശ്യം അല്ലെങ്കിൽ F-15 താഴെ വീണത് എന്നുള്ളത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരികയാണ്. കഴിഞ്ഞ 35 വർഷമായി അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാണ്, അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തുറ്റ പോരാളിയാണ് F-15 ഈഗിൾ. അത് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാണ്. മക്ഡൊണാൾഡ് ഡഗ്ലസ് F-15 എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ പേര്. ഇത് മാത്രമല്ല, ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് F-15. ചരിത്രം നോക്കിയാൽ ശീതയുദ്ധകാലത്ത് ഏറ്റവും അധികം നാശം വിതച്ച പോർ വിമാനമാണ് F-15. ഇത് അമേരിക്ക മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്, ജപ്പാൻ ഉപയോഗിക്കുന്നുണ്ട്, സൗദി അറേബ്യയും ഉപയോഗിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഈ F-15 പോർ വിമാനം ഉപയോഗിക്കുന്നവരാണ്. എയർ ടു എയർ മിസൈലുകളും അതോടൊപ്പം വലിയ ആയുധ ശേഖരവും ഉന്നത സാങ്കേതിക വിദ്യയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ശത്രുക്കളുടെ ആകാശ അതിർത്തിയിൽ പോലും റഡാറുകൾക്ക് പിടികൊടുക്കാൻ കഴിയാതെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഈ F-15 യുദ്ധവിമാനം. അപ്പോൾ അത് എങ്ങനെ, ആര് വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല.